മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. റീച്ചിന് വേണ്ടി കോപ്രായം കാട്ടിയ ഒരുത്തിയുണ്ട്. ഇന്നലെ എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായ ഒരു വീഡിയോ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇതിന്റെ അകത്ത് ഇവള് ഫോൺ കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് ഈ പറയുന്ന മനുഷ്യനെ മുഖം കാണിക്കുന്നു, ആ മനുഷ്യൻ അടുത്ത് നിൽക്കുന്നത് കാണിക്കുന്നു, എല്ലാം കാണിച്ചുകൊണ്ട് ഇവൾ സോഷ്യൽ മീഡിയയ്ക്ക് അടുത്തോട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു. ഈ മനുഷ്യനെ അവഹേളിക്കാൻ വേണ്ടി, ഈ മനുഷ്യന്റെ ക്യാരക്ടർ നശിപ്പിക്കാൻ വേണ്ടി, ഇവളുമാർക്ക് റീച്ചിന് വേണ്ടി ഇവളുമാർ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടിക്ക് നഷ്ടമായത് ആ മനുഷ്യന്റെ ജീവനാണ്. ആ മനുഷ്യന്റെ വീട്ടുകാർക്കാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെയുള്ളതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന പന്ന നിയമം മാറ്റണം. പുരുഷന്മാർക്ക് നീതി വേണം. ഏതെങ്കിലും ഒരുത്തി വന്നിട്ട് ക്യാമറ പിടിച്ച് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ പുരുഷനെ ഇല്ലാണ്ടാക്കുന്ന നിയമം ഇല്ലാണ്ടാക്കണം. കാരണം ഇവർക്ക് ഇങ്ങനെ തെറ്റ് കാണിക്കുന്ന, ഇങ്ങനെ ഈ പന്നത്തരം, ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്തവരെ കൊണ്ടുവന്ന് ഇതുപോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലാക്കി ഇവർ റീച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു കാര്യം നിർത്തലാക്കണം. ഇതിനു വേണ്ടി നിയമം നമ്മൾ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. പുരുഷന്മാർക്കും വേണം നീതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. ഒരുത്തി അടുത്തിരുന്നിട്ട് വീഡിയോ ഇങ്ങനെ അടിയിൽ കൂടെ പിടിച്ചത്. ഇവള് മുകളിൽ കൂടാണ് പിടിക്കുന്നത്. ഇവള് മുകളിൽ കൂടെ പിടിച്ച് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്തു. ആ മനുഷ്യനാണെങ്കിൽ ഇന്നലെ പോയി, അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിപ്പിച്ചു. ഇതുപോലെ ആ വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കി. വളരെ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. ഇതുങ്ങൾക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇതൊന്നും വെറുതെ വിടരുത്. ഇപ്പം ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, മറ്റു മാധ്യമങ്ങളായിക്കോട്ടെ, ഈ പെണ്ണിന്റെ മുഖം അങ്ങ് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പാവ പിടിച്ച അവന്റെ ഫോട്ടോ മാത്രം അങ്ങ് തുറന്നു കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തൊരു നിയമമായത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരു മനുഷ്യന് അവന്റെ കുടുംബത്തിന് എന്ത്, ഞാൻ ഒന്ന് പറയുന്നില്ല, ഇത് കണ്ടു നോക്കി നിങ്ങള്. മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരു സംഗതികളിലേക്കും വരാത്ത, കച്ചറ പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപേക്ഷമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുത്. അത് റിക്വസ്റ്റ് ആണ്. എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും എത്രയൊക്കെ വന്നാലും ഇവർ പഠിക്കില്ല. ഇവർക്ക് വേണ്ടത് റീച്ചാണ്. ഈ വീഡിയോയിൽ ഈ പെണ്ണ് ഇങ്ങനെ വീഡിയോ എടുത്ത സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഒന്ന് പുറംതിരിഞ്ഞ് നിൽക്കാമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ അന്നേരം തന്നെ പറയുവോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇവള് തന്നെ അങ്ങോട്ട് അവിടെ മുല അങ്ങോട്ട് ഒരക്കാൻ വേണ്ടി നിർത്തി വെച്ച് കൊടുക്കുകയാണ്. അവൻ സത്യത്തിൽ അവിടെ തിരക്കുള്ള ഒരു വിസയല്ല. എന്നിട്ടാണ് അവിടെ നിന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ഇവള് പോയി അങ്ങോട്ട് മുട്ടുന്ന കാണുമ്പോൾ അങ്ങോട്ട് തള്ളി മാറ്റുന്നതാണ് അവൻ. ഇതുപോലും മനസ്സിലാക്കാതെ ഇത് ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ്. ആണുങ്ങളുടെ ജീവൻ ഒരു വിലയില്ലേ? അതവരുടെ സുഹൃത്ത് കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വളരെ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ, വളരെ കഷ്ടം തോന്നുന്നുണ്ട്. കൂടുതലൊന്നും പറയില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തേ ഉള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താകും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ആ കുട്ടി അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ട് അവനെ ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. അവർക്ക് ഒരു കണ്ടന്റ് ഉണ്ടായി. ആ കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു. പക്ഷെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടത് അവ മനുഷ്യനെയാണ്, ഒരു ജീവനാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ എണ്ണം മൊബൈലും പിടിച്ചുകൊണ്ട് ഇറങ്ങി തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അന്നേരം അവിടെ നിന്ന് മാറി നിൽക്കുകയോ വേണം. എന്തോ ചെയ്യാനെന്ന് പറ. ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് സ്ഥലമില്ലേ? അവിടെ പോയി ഉണ്ടാക്കി നിൽക്കണം ബസ്സില്. ചുമ്മാ ഒരു ഫോൺ എടുത്തോണ്ട് ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തിട്ട് ആ മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇതുപോലെ ഉള്ളതിനൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു മൊബൈലും പിടിച്ചോണ്ട് പോക്കൃത്തരം കാണിക്കാൻ ഇറങ്ങിത്തിരിക്കരുത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരുത്തി മാസ്കും വെച്ചോണ്ട് ഇറങ്ങിത്തിരിച്ചത്.
ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും ഈ വാർത്തയുടെ ബാക്കി കാര്യം ഒന്ന് കേട്ടു നോക്കി. ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് ദീപകുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പ്രചരിപ്പിച്ചിരുന്നു. അതിന് ആധാരമായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു. അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ്. അതിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെ പോയ സമയത്ത് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് ദീപക് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഏതായാലും ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതായാലും ഗൗരവമായിട്ടുള്ള ആരോപണം കുടുംബം ഉയർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ആളല്ല ദീപക്. ദീപകുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ദീപകിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഒപ്പം ദീപക് കഴിഞ്ഞ 7 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയടക്കമുള്ള ആളുകളും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ദീപക് നിരപരാധിയായിരുന്നു. പക്ഷേ ഇതുമൂലം ഉണ്ടായിട്ടുള്ള, അതായത് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള മനോവിഷമത്തിലായിരുന്നു ദീപക് കഴിഞ്ഞ 2 ദിവസമായി. അത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏതായാലും ദീപകിന്റെ കുടുംബവും അതുപോലെ സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യം. ഈ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് പരാതി കണ്ടോ, അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി പോയതാ. ജോലിക്ക് വേണ്ടി പോയപ്പോ ഒരുത്തി ഫോണും പിടിച്ചോണ്ട് അവിടെ ഇത് കാണിച്ചതാ. അവക്ക് വൈറലാകാൻ, അവക്ക് റീച്ച് ഉണ്ടാക്കാൻ. വേറൊരുത്തന്റെ ജീവൻ നശിപ്പിച്ചിട്ട് അവക്ക് റീച്ച്. ഇവള് നിസാരക്കാരിയൊന്നുമല്ല, ഇവള് പഞ്ചായത്ത് മെമ്പർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഈ പറയുന്ന ഈ താരം, ഈ റീച്ച് താരം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അദ്ദേഹം മരിച്ചുപോയെന്ന് പറയുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ അതിന് എന്ത് ചെയ്യാനാണെന്ന് അവിടെ വർത്തമാനം. ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു. കാരണം അയാൾ തൊട്ടി റൂമിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ പുറകിൽ ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കറക്റ്റ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണാം. നിങ്ങൾ അന്നേരം അവിടെ നിന്ന് മാറി നിൽക്കണം. നിങ്ങളാണ് അങ്ങോട്ട് പോയി ഉരസുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്ത് വിട്ടതുമല്ല, വീഡിയോ എല്ലാം കൂടെ പബ്ലിസിറ്റി ചെയ്ത് വിട്ടതുമല്ല. നിങ്ങൾ ആ നേരെ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കരുതോ? പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയോ ആ വീഡിയോ കൊണ്ട് കൊടുക്കുകയോ ചെയ്യരുതോ? നിങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ എന്നെ മണ്ണാക്കട്ടയ്ക്ക് അത് അപ്ലോഡ് ചെയ്തതാ. ആ മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ? ഇനി നീയൊക്കെ പോയി പറയുന്നില്ല. എന്ത് 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 നേട്ടമാണ് നിനക്ക് കിട്ടിയത്? നിനക്ക് എന്ത് നേട്ടമാണ് കിട്ടിയത്? ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടിയത്? ആ മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടാക്കി കളഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് സമാധാനമായില്ലേ? നിനക്ക് റീച്ച് കിട്ടിയില്ലേ? നിന്റെ പേജ് വലിയ വൈറലായില്ലേ? ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവനാണ്. നിനക്ക് എന്തെങ്കിലും ഇതൊങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷൻ പിന്നെ എല്ലാം ഉണ്ടാക്കാൻ തുറന്നു വെച്ചിരിക്കുക. ആ പോലീസ് സ്റ്റേഷനിൽ പോയി നീ പരാതി കൊടുക്കണം. അതാണ് നീ ചെയ്യേണ്ടത്. നിന്റെ ആ മൊബൈൽ പിടുത്തവും നീ ആ പിടിച്ചതെല്ലാം കാണുമ്പോൾ നീ വൈറലാകാൻ വേണ്ടി ചെയ്ത പോലാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, അല്ലേ? അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും ആ പാവം പിടിച്ച ദീപക് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അവനത് അവസാനിപ്പിച്ചു. അവനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപമാനിച്ചത് ആ ചെറുക്കനെ സഹിക്കാൻ പറ്റിയില്ല. ഒരു സെയിൽസ്മാനാണ് അവൻ, ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ്. ഒരു ബസ്സിൽ കയറി എന്നുള്ള ഒരു കുറ്റമാണ് അവൻ ചെയ്തത്. തൊട്ടടുത്ത് ഇന്നിട്ട് ഉരത്തി ചെന്നപ്പോൾ അവൻ തള്ളി മാറ്റുന്നതായിട്ടാണ് നമുക്ക് കണ്ടത്. ഇവിടെ അവിടെ മറ്റേ സാധനം അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ്, തട്ടിക്കോളാൻ പറഞ്ഞ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമം വന്നേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതുപോലെ ഒരു ഫോണും പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വന്ന് ഓരോ പുരുഷന്റെ അടുത്ത് നിന്നിട്ട് അവനെ ഇങ്ങനെ അങ്ങോട്ട് തേജോപതം ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഭാവി എന്താണ്? ഇന്ന് ദീപക്കാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ വളരെ കഷ്ടമാണ്. ഇന്ന് ആ പറയുന്ന ദീപക്കാണെങ്കിൽ നാളെ ഞാൻ അല്ലെങ്കിൽ വേറൊരുത്തൻ ഇതുപോലെ ആയിപ്പോകും. പലപ്പോഴും സ്ത്രീകൾക്കെതിരെ ഓരോ കാമപ്രാന്തന്മാരും ചെയ്യുന്നുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഈ വീഡിയോയിൽ കണ്ടത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ തിരക്കില്ല. ഇവർക്ക് വേണമെങ്കിൽ തിരിഞ്ഞങ്ങോട്ട് നിൽക്കാം, ഇവർക്ക് മാറി നിൽക്കാം, ഇല്ലേ? ഇവർക്ക് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഇവർക്ക് മാറി നിൽക്കാം. ഇവിടെ ഇവർ കൊണ്ടുവന്നിട്ട് ഈ മറ്റേ ചെസ്റ്റ് കൊണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം തള്ളി മാറ്റിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഉടനെ അത് വീഡിയോ എടുത്ത് അങ്ങനെ ഫേസ് സഹിതം എടുത്ത് അങ്ങോട്ട് കാച്ചേക്കുന്നു. എന്താണ് പ്രേക്ഷകരെ, വളരെ സങ്കടം തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇപ്പൊ തന്നെ ഞാനങ്ങ് ചെയ്തത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും